പൊന്നാനിയിലെ ഹൗറ മോഡൽ സസ്പെൻഷൻ ബ്രിഡ്ജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ സ്പെഷ്യൽ പാക്കേജിൽ ഉൾപ്പെടാനുള്ള നടപടികൾ വൈകുന്നു. ആവശ്യം റവന്യൂ വകുപ്പിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ സ്പെഷ്യൽ പാക്കേജ് ബാധകമാകാത്തതിനാൽ പൊന്നാനിയിലെ ഹൗറ മോഡൽ സസ്പെൻഷൻ ബ്രിഡ്ജിനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി നീളുന്നു. തീരദേശ ഹൈവേ പദ്ധതിക്കായുള്ള സർക്കാരിന്റെ പാക്കേജ് ഈ പദ്ധതിക്കും ബാധകമാകുന്നതിന് പ്രത്യേകം സർക്കാർ ഉത്തരവ് ആവശ്യമാണെന്ന ലാൻഡ് അക്വിസിഷൻ വിഭാഗത്തിന്റെ ആവശ്യം റവന്യൂ വകുപ്പിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. സസ്പെൻഷൻ ബ്രിഡ്ജ് തുടർ നടപടികൾ മന്ദഗതിയിലായതിനെ തുടർന്ന് പി നന്ദകുമാർ MLAയുടെ സബ്മിഷന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് നൽകിയ മറുപടിയിലാണ് റവന്യൂ വകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന ഉത്തരം ലഭിച്ചത്. പാലത്തിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി നൽകി. റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനെ പദ്ധതിയുടെ മേൽനോട്ട ചുമതലയുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി നിയമിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ DPR അംഗീകരിച്ച് 280.09 കോടി രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടരുകയാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. സർവേ പൂർത്തിയാക്കി ജില്ലാ കലക്ടർ അംഗീകരിക്കുകയും ചെയ്തു. റവന്യൂ റിക്കവറി നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടപടികളുടെ ഭാഗമായി 143 കെട്ടിടങ്ങളുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി. ഇതിന്റെ റിപ്പോർട്ട് കൃത്യമായി നൽകുവാൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന് നിർദ്ദേശം നൽകി. തീരപ്രദേശത്തു കൂടി കടന്നുപോകുന്ന ഈ പദ്ധതിക്ക് കേരള തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്ന് CRZ ക്ലിയറൻസ് ലഭിക്കുകയും ചെയ്തു. തീരദേശ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് വേണ്ടി സർക്കാർ പുറത്തിറക്കിയ സ്പെഷ്യൽ പാക്കേജ് ഈ പദ്ധതിക്ക് ബാധകമാകുന്നതിന് പ്രത്യേകം സർക്കാർ ഉത്തരവ് ആവശ്യമാണെന്ന LA വിഭാഗത്തിന്റെ ആവശ്യം റവന്യൂ വകുപ്പിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഈ നടപടികളിൽ വേഗത്തിൽ തീരുമാനമെടുക്കാൻ ആവശ്യപ്പെടുമെന്നും ഇപ്പോഴുള്ള സാങ്കേതിക കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന് പ്രത്യേക യോഗം വിളിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി മറുപടി നൽകി. അഴിമുഖത്തിന് കുറുകെ 400 മീറ്ററിലാണ് സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാക്കുക. പൊന്നാനി ഭാഗത്തേക്ക് 2.5 കിലോമീറ്റർ മേൽപ്പാലം നീണ്ടുകിടക്കും. അഴിമുഖത്തിന് കുറുകെ 4 വരിയിലായിരിക്കും പാലം നിർമ്മിക്കുക. 24 മീറ്ററാണ് വീതി. ഇതിൽ 2 വരി ഗതാഗതത്തിന് ഉപയോഗിക്കും. ബാക്കി സ്ഥലത്ത് സൈക്കിൾ ട്രാക്കും വ്യൂ ഗാലറിയും ഒരുക്കും. 2045ഓടെ ഗതാഗത രംഗത്തുണ്ടാകുന്ന തിരക്ക് കണക്കിലെടുത്ത് 4 വരി പാതയായി ഇതിനെ മാറ്റാം. ഈ ഘട്ടത്തിൽ സൈക്കിൾ ട്രാക്കും വ്യൂ പോയിന്റും പാലത്തിന് താഴേക്ക് മാറ്റാനും സൗകര്യമൊരുക്കും. കപ്പലുകൾക്ക് വരെ കടന്നു പോകാവുന്ന തരത്തിൽ ജലനിരപ്പിൽ നിന്ന് 16 അടി ഉയരത്തിലാണ് അഴിമുഖത്തിന് കുറുകെ പാലം നിർമ്മിക്കുക. ജലഗതാഗതത്തിനായി 200 മീറ്റർ വിടവിലാണ് അഴിമുഖത്ത് പാലത്തിന്റെ തൂൺ സ്ഥാപിക്കുക. അഴിമുഖത്തിന്റെ ഇരുകരകളിലായി പാർക്ക് വിഭാവനം ചെയ്യുന്നുണ്ട്. NCV ന്യൂസ് പൊന്നാനി. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.